എല്ലാവർക്കും നമസ്കാരം. ഒരു കുട്ടി വ്ലോഗിൻ്റെ അകത്തേക്ക് സ്വാഗതം. അതെ, ഇന്നത്തെ ഒരു ദിവസം ഒരുപാട് സന്തോഷവും അതിലുപരി അഭിമാനവും കൊള്ളുന്ന ഒരു നിമിഷത്തിലൂടെ ആട്ടോ ഞാൻ ഈ കടന്നു പോകുന്നത്. എന്തുവാന്നല്ലേ ഇത്ര വലിയ അഭിമാനവും സന്തോഷമൊക്കെ. ദേ ഈ ഒരു ഇത് കണ്ട ഫോട്ടോ പൊതിഞ്ഞതാട്ടോ. ഇത് നമ്മുടെ കണ്ണനാണ്. നമ്മുടെ കണ്ണൻ അങ്ങ് ദുബായിലേക്ക് പോവുക കേട്ടോ. ഒരു ചേട്ടന് ഇതടക്കം 7ാമത്തെ ഫോട്ടോ ആണ് എന്നോട് മേടിക്കുന്നത്. 1, 2, 3, 4 ഒന്നും അല്ല മക്കളെ, 7ാമത്തെ ഫോട്ടോ ആണ് ഇതവർ മേടിക്കുന്നത്. അപ്പം അത് അവർക്ക് ഗൾഫിലേക്ക് കൊറിയർ ചെയ്ത് കൊടുക്കുമെന്ന് ചോദിച്ചു. അപ്പം ഇതിനു മുമ്പേ അവർ കൊറിയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം എനിക്ക് വലിയ താല്പര്യമല്ല പുറത്തേക്ക് അങ്ങനെ താല്പര്യക്കുറവ്. എന്തുകൊണ്ടാണെന്നറിയോ? മറ്റൊന്നുമല്ല, നല്ല എക്സ്പെൻസീവാണ് ഈ കൊറിയർ ചെയ്യാന്ന് പറയുന്നത്. 5000 രൂപയുടെ ഫോട്ടോക്ക് 5000 രൂപയുടെ അടുത്ത് തന്നെ കൊറിയർ ചാർജ് വരും പുറം രാജ്യങ്ങളിലേക്ക് അയക്കുന്ന സമയത്ത്. അപ്പം ഞാൻ ആ ചേട്ടനോട് ചോദിച്ചു, നിങ്ങൾ അങ്ങോട്ട് വരുന്നവരാരെങ്കിലും ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ അവരുടെ കയ്യിൽ കൊടുത്തയച്ചാൽ വെറുതെ 5000 പോക്കേണ്ട ആവശ്യമില്ലല്ലോ. എനിക്ക് കുഴപ്പമൊന്നുമില്ല, പൈസ മുടക്കുന്നത് അവരാണ്. പക്ഷെ എന്നാൽ പോലും നമുക്കൊരു വിഷമമാണല്ലോ ആരുടേതായാലും പൈസ പോകുന്നത്. അപ്പോൾ അവർ ഒരാൾ പോകുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം കോഴിക്കോട് ഒരു ഷോപ്പിൽ ഏൽപ്പിക്കാൻ പറഞ്ഞതാണ്. അപ്പോൾ ഷോപ്പിലേക്ക് കൊണ്ടു കൊടുക്കുകയാണ്. അപ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ പറഞ്ഞില്ല, അതിലുപരി അഭിമാനമുണ്ട്. കാരണം കണ്ണന് പുറം രാജ്യത്തേക്ക് പോവുകയാണ്. അതേപോലെന്ന് വെച്ചാൽ 7ാമത്തെ ഫോട്ടോ ആണ് കേട്ടോ അവരിത് മേടിക്കുന്നത്. അപ്പോൾ എന്നോട് സ്ഥിരമായിട്ട് ഇങ്ങനെ ഒരാൾ മേടിച്ചാൽ പിന്നെ ഇങ്ങനെ അവരുടെ ചുറ്റിപ്പറ്റി ഒരുപാട് ആൾക്കാർ മേടിക്കാറുണ്ട്. അപ്പം അത് വളരെയധികം സന്തോഷം തരുന്നൊരു നിമിഷമാണ്. അപ്പം എന്താ പുതിയാപ്ര അല്ലേ പോണ്ടേ? പുതിയാപ്ര എന്ന് പറഞ്ഞ സ്ഥലത്ത് പോകണം. ഞാൻ എൻ്റെ മകൻ്റെ കയ്യിൽ കൊടുത്തയക്കാമെന്ന് വിചാരിച്ചതായിരുന്നു. പിന്നെ അവൻ അറിയാത്തൊരു ഏരിയ ആണല്ലോ. അപ്പം ഞാൻ വിചാരിച്ച് വണ്ടി എടുത്തിട്ട് പോവാന്ന്. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ വയ്യുണ്ട് കേട്ടോ. ഇതിപ്പം കണ്ണന് ദുബായിൽ പല സ്ഥലങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അതേപോലെ പിന്നെ സിംഗപ്പൂർക്ക്, ഓസ്ട്രേലിയയിലേക്ക്, കാനഡയിലേക്ക് ഒക്കെ കണ്ണൻ പോയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വളരെ സന്തോഷമാണ്. കഴിഞ്ഞ വരുത്തിനല്ല, അതിന് മുമ്പത്തെ ഹസ്ബൻഡ് നാട്ടിൽ വരുന്ന സമയത്ത് അദ്ദേഹവും കൊണ്ടുപോയിട്ടുണ്ട് ദുബായിൽ ഒരാൾക്ക് വേണ്ടിയിട്ട് ഫോട്ടോ. അപ്പം ദുബായിലേക്ക് കുറേ ഞാൻ കൊറിയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ല, നല്ല എക്സ്പെൻസീവാണ്. ഈ പറഞ്ഞ സിംഗപ്പൂരിലേക്കാണെങ്കിലും കാനഡയിലേക്കാണെങ്കിലും ഓസ്ട്രേലിയയിലേക്കാണെങ്കിലും ഒക്കെ ഫോട്ടോനെക്കാട്ടിലും പൈസ ഇവർ കൊറിയർ ചാർജ് എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നാൽ പോലും അവർക്ക് കുഴപ്പമില്ല. അവർക്ക് ആ ഒരു ഫോട്ടോ കയ്യിൽ കിട്ടിയാൽ മതി എന്ന് പറയുമ്പോൾ വളരെ പ്രൗഡ് മൂമെൻ്റ് ആയിട്ട് തോന്നും. ഇതിനു മുമ്പ് 25,000 രൂപയുടെ ഫോട്ടോക്ക് 26,500 രൂപ മുടക്കിയിട്ട് കൊണ്ടുപോയ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് പൈസയല്ല ഒരു വിഷയം, അവർക്ക് ഞാൻ വരച്ച ഫോട്ടോ മതി എന്ന് പറയുമ്പോൾ വളരെ സന്തോഷകരമായിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഏതായാലും അങ്ങോട്ട് പോവുകയാണ്. എനിക്ക് കറക്റ്റ് സ്ഥലം അറിയില്ല കേട്ടോ ഗൈസ്. കോഴിക്കോട് ഇങ്ങനെ പോയിട്ട് വരാറുണ്ട് എന്നല്ലാതെ എനിക്ക് അങ്ങനെ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ അറിയില്ല. പൊതുവേ എൻ്റെ കൂടെ എൻ്റെ ഡ്രൈവർ കാണുമല്ലോ, ആരോടും കേൾക്കണ്ട ഓടിച്ചിട്ടതല്ലോ. അപ്പോൾ അവനോട് വിളിച്ച് ചോദിച്ചിട്ടുണ്ട് എവിടെയാണ് സ്ഥലം എന്ന്. കാരണം എനിക്ക് പണ്ടൊരു ഒരു കോമഡി പറഞ്ഞു കേട്ടിട്ടുണ്ടോ? പിന്നെ ഉറങ്ങുന്ന നായിനെ അടയാളം വെച്ച് പോയി എന്ന് പറയില്ലേ? അതേപോലെ എൻ്റെ അവസ്ഥ. എനിക്ക് ഏതെങ്കിലും ഓരോരോ സ്ഥലം അവൻ പറഞ്ഞു തരണം. ഓരോന്നിനും ഓരോരോ എന്താ പറയുക അടിയാളങ്ങളാണ്. ഇതിൽ പോകാൻ കഴിക്കില്ലേ? അടയാളങ്ങളാണ് ഓരോരോ. അപ്പോൾ ആ അടയാളങ്ങളാവും പറഞ്ഞു തരണം എന്നെ സ്ഥലത്ത് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവന് ചുരം കയറുകയാണെന്ന് പറഞ്ഞ് അവിടേക്ക് എത്തുമ്പോഴേക്ക് അവൻ വിളിക്കായിരിക്കും, മേ ബി, അറിയില്ല. അപ്പം അങ്ങനെയാണ്. അപ്പോൾ നേരെ അങ്ങോട്ട് വിടട്ടെ.
അങ്ങനെ നമ്മുടെ കണ്ണനെ കൊടുത്തു കേട്ടോ. ഇത് കട്ടായില്ലയോ? എന്നാ അങ്ങോട്ട് വന്ന ഞാൻ വിളിക്കാം. അങ്ങനെ കണ്ണനെ കൊടുത്തു. അത് അരുണേട്ടന് കോള് പോയതാ, എവിടെയാണുള്ളത് അറിയാനിട്ട്. ഇനി മെല്ലെ യൂട്ടേൺ അടിച്ചിട്ട് പോകണം ഗൈസ്. ഒടുക്കമ്പലത്തെ ബ്ലോക്ക് എങ്ങനെ ഇവിടുന്ന് ബാക്ക് വെക്കാൻ നോക്കട്ടെ. അപ്പം എന്നാൽ ശരി, ബൈ. കേക്ക് മേടിക്കാൻ വന്നു. മോൻ്റെ പിറന്നാളാണ് ആളെ. അപ്പം അങ്ങനെ മോൻ്റെ പിറന്നാളിനേക്കൊരു കേക്കും വാങ്ങി. അങ്ങനെ ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. എൻ്റെ ഒരു കസിൻ ഉണ്ടായിരുന്നു വണ്ടിയിൽ. അപ്പോൾ ആളെ ഒന്ന് ഇറക്കി കൊടുത്ത് ജസ്റ്റ് അവിടുന്ന് കയറിയതായിരുന്നു. അപ്പം അങ്ങനെയാണ്. ഇനിയിപ്പോൾ വീട്ടിലേക്ക് എത്തണം, അത്ര മാത്രമേ ഉള്ളൂ. എന്നാൽ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. അങ്ങനെ തിരിച്ച് വീട്ടിലെത്തി, മേലൊക്കെ കഴുകി ഫ്രഷായി ദേ വരയ്ക്കാനിരുന്നു. അപ്പം ഇനി ഇതൊന്ന് ഫിനിഷ് ചെയ്യണം. ഇത് വരച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ഫോട്ടോ കൊണ്ട് കൊടുക്കാനുള്ളത്. ഞാൻ പറഞ്ഞല്ലോ മകൻ്റെ കയ്യിൽ കൊടുത്തയക്കാമെന്ന് വിചാരിച്ചതായിരുന്നു. അപ്പോൾ പിന്നെ അറിയാത്തൊരു സ്ഥലത്തായതുകൊണ്ട് ഞാൻ തന്നെ തപ്പി പിടിച്ചു പോയി കൊടുത്തു, തിരിച്ച് വന്നു. അപ്പം ഇന്നത്തെ ഒരു കുട്ടി വ്ലോഗ് ഇതാണ്. ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിക്കെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് കമൻറ്റ്. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കുടിക്കോളി കേട്ടോ. ഓക്കെ, ടാറ്റാ.